ഏതെങ്കിലുമൊക്കെ ഒരു സബ്ജക്റ്റിൽ PG കംപ്ലീറ്റ് ആക്കി കഴിഞ്ഞാൽ പിന്നെ ആളുകൾക്ക് ഡിഫറൻ്റ് ആയ വഴികളാണ്. അതിൽ വലിയൊരു വിഭാഗം ആളുകളും നെറ്റ് ഓർ JRF ഒക്കെ ക്വാളിഫൈ ചെയ്യുക, അല്ലെങ്കിൽ നല്ല യൂണിവേഴ്സിറ്റികളിൽ നല്ല ഗൈഡിന് കീഴിൽ റിസർച്ച് ചെയ്യുക എന്നൊക്കെയുള്ള സ്വപ്നങ്ങൾ ഒരുപാട് ആസ്പിറൻസിന് ഉണ്ടാവാറുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള ആളുകൾ നമ്മൾ സെൻട്രൽ യൂണിവേഴ്സിറ്റി സർക്കിളിൽ ഞാൻ പഠിക്കുന്ന കാലഘട്ടത്തിൽ തന്നെ ഇങ്ങനെ ഒരുപാട് ആളുകളെ കണ്ടിട്ടുണ്ട്. ആദ്യത്തെ അറ്റംപ്റ്റിൽ തന്നെ നമുക്ക് നെറ്റൊക്കെ ക്ലിയർ ചെയ്യാൻ കഴിഞ്ഞപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മളുടെ ആ ഒരു സ്ട്രാറ്റജി മറ്റുള്ളവർക്ക് കൂടി പകർന്നു നൽകുക എന്ന രീതിയിലാണ് സൈറ എന്ന് പറയുന്ന ഒരു സിസ്റ്റം പിറവി കൊള്ളുന്നത്. നമ്മൾ ആദ്യം സൈറ ലേണിങ്സ് ഒരു വർഷം മുമ്പ് സ്റ്റാർട്ട് ചെയ്ത സമയത്ത് വളരെ കുറഞ്ഞ വിദ്യാർത്ഥികളുമായി ആണ് നമ്മളുടെ കോച്ചിങ് സ്റ്റാർട്ട് ചെയ്യുകയും അങ്ങനെ ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് നമ്മൾ ഡിഫറൻ്റ് ആയ രീതിയിൽ നല്ല ക്വാളിറ്റിയുള്ള കണ്ടൻറ്റുകളും സർവീസുകളൊക്കെ കൊടുക്കാൻ തുടങ്ങിയപ്പോഴാണ് ഇന്ന് കാണുന്ന രൂപത്തിൽ ഒരു സൈറ ലേണിങ്സ് എന്ന് പറയുന്ന ഒരു ബ്രാൻഡ് പിറവിയുള്ളത്. ഓൾമോസ്റ്റ് 2000 മുകളിൽ JRF ആസ്പിറൻസ് ആയ ആളുകളെ വളരെ ഹാപ്പി ആയിട്ടുള്ളൊരു സിസ്റ്റത്തിൻ്റെ ഭാഗമായിട്ട് കൊണ്ടുപോകാൻ സാധിക്കുന്നു എന്നുള്ളതാണ് സൈറയെ സംബന്ധിച്ചിടത്തോളം ഇന്നുള്ള ഏറ്റവും വലിയ നേട്ടങ്ങളിലൊന്ന്. നമ്മളിനിയും ഒരുപാട് ആളുകളിലേക്ക് ഡിഫറൻ്റ് ആയ ആസ്പിറൻസ്, ഡിഫറൻ്റ് ആയ മേഖലകളിലുള്ള ആസ്പിറൻസിൻ്റെ ലൈഫിലേക്ക് ഇങ്ങനെ കടന്നു വന്നുകൊണ്ടിരിക്കുന്ന ഒരു സിസ്റ്റം കൂടിയാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും UGC നെറ്റ് ആൻഡ് JRF ഹോൾഡേഴ്സ് അല്ലെങ്കിൽ അങ്ങനെ അത് നേടാൻ, അതുപോലെ തന്നെ ലക്ഷക്കണക്കിന് ഓൾമോസ്റ്റ് 25 lakhs ഒരു JRF ഹോൾഡേഴ്സിന് നേടാൻ കഴിയുന്നുണ്ട്. അപ്പോൾ ഇതിനു വേണ്ടിയൊക്കെയുള്ള ശ്രമങ്ങൾ ആസ്പിറൻസ് നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ അവരെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയുള്ള ഏറ്റവും മികച്ച ഒരു സിസ്റ്റം തന്നെ പ്രൊവൈഡ് ചെയ്യുക എന്നതായിരുന്നു സൈറയുടെ ഏറ്റവും ആദ്യം മുതൽ ഇന്ന് വരെ നമ്മൾ താലോലിച്ചിട്ടുള്ള സ്വപ്നങ്ങളിലൊന്ന്. ഇന്നിപ്പോൾ 2000-ഓളം ആസ്പിറൻസിലേക്ക് വളർന്നു കഴിഞ്ഞ സമയത്തും നമ്മളെപ്പോഴും കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് അല്ലെങ്കിൽ ഫോക്കസ് ചെയ്യുന്നത് ക്വാളിറ്റിയിലാണ്. പലപ്പോഴും നമുക്കറിയാം, നമ്മൾ ക്വാളിറ്റി സർവീസിന് വേണ്ടി ശ്രമിക്കുന്ന സമയത്ത് വലിയ എക്സ്പെൻസ് നമുക്ക് വരുന്നുണ്ട്. ഇതിനൊക്കെ വേണ്ടിയിട്ട് ഈ എക്സ്പെൻസും കാര്യങ്ങളൊക്കെ മീറ്റ് ചെയ്തുകൊണ്ട് അഫോർഡബിൾ ആയൊരു പ്രൈസിൽ ക്വാളിറ്റി സർവീസ് UGC നെറ്റ് ആസ്പിറൻസിന് കൊടുക്കാൻ കഴിയുന്നു എന്നതാണ് സൈറയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നമ്മുടെ കുട്ടികളുടെ, നമ്മുടെ ആസ്പിറൻസിൻ്റെ സന്തോഷങ്ങളുടെ ഭാഗമാവാൻ കഴിയുന്നു എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അപ്പോൾ ഇനി ഇപ്പോഴും UGC നെറ്റ് ആൻഡ് JRF ആസ്പിറൻസിനെ സംബന്ധിച്ചിടത്തോളം വലിയ ഒരു പ്രധാനപ്പെട്ട സമയത്തിലൂടെയാണ് നിങ്ങൾ ഓരോരുത്തരും കടന്നു പോകുന്നത്. നമ്മളൊരു എക്സാം എഴുതിയിട്ട് എക്സാം ക്യാൻസൽ ചെയ്ത് വീണ്ടും എക്സാമിന് വേണ്ടിയിട്ടുള്ള ഒരു 40-50 ദിവസത്തെ പ്രിപ്പറേഷനിലായിരിക്കും അധികം ആളുകളും. വേറെ കുറേ ആളുകൾ ഡിസംബർ എക്സാമിന് വേണ്ടിയിട്ട് ഓൾറെഡി പഠിച്ച് തുടങ്ങിയിട്ട് എങ്ങനെ ഇനിയിപ്പോൾ സ്റ്റാർട്ട് ചെയ്യണം, കോച്ചിങ് സെൻ്ററുകളാണെങ്കിലും അല്ലെങ്കിൽ സ്വന്തമായിട്ടാണെങ്കിലും ഈ ഒരു റീടെസ്റ്റിന് ശേഷം പുതിയൊരു ബാച്ചോ അല്ലെങ്കിൽ പുതിയൊരു പ്രിപ്പറേഷനൊക്കെ സ്റ്റാർട്ട് ചെയ്യാമെന്നൊക്കെ ആലോചിച്ച് നിൽക്കുന്ന ഒരുപാട് ആളുകളുണ്ടാവും. എന്നാൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, UGC നെറ്റ് എക്സാം എന്ന് പറയുന്നത്, നെറ്റ് ക്വാളിഫൈ ചെയ്യുക അല്ലെങ്കിൽ JRF ക്വാളിഫൈ ചെയ്യുക എന്ന് പറയുന്നത് വളരെ കുറഞ്ഞ സമയം കൊണ്ട് നമുക്ക് നേടാൻ കഴിയുന്ന ഒരു കാര്യമല്ല. ഓൾറെഡി നമ്മൾ ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പ് തന്നെ നിങ്ങളിൽ പല ആളുകളും പ്രിപ്പറേഷൻ നടത്തിയിട്ട് 1, 2, 3 തവണ എക്സാമിന് അറ്റൻഡ് ചെയ്തിട്ടും ക്ലിയർ ചെയ്യാൻ കഴിയാത്ത ആളുകളും ഈ വോയിസ് കേൾക്കുന്നുണ്ടാവും അല്ലെങ്കിൽ എന്നെ കാണുന്നുണ്ടാവും. നിങ്ങളൊക്കെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, നമ്മളൊരു എക്സാമിനെ അപ്രോച്ച് ചെയ്യുന്ന സമയത്ത് ഒരു വളരെ കോമ്പറ്റീറ്റീവായ മൈൻഡ് സെറ്റിലൂടെ, കോമ്പറ്റീറ്റീവായ സ്ട്രാറ്റജികളിലൂടെയാണ് നമ്മൾ ഒരുങ്ങേണ്ടത്. ഇതൊരു വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഞാൻ UGC നെറ്റ് കോച്ചിങ് ഫീൽഡിലേക്ക് വന്ന അന്ന് മുതൽ എന്നും കുട്ടികളോട് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം ഇത് തന്നെയാണ്. അതായത് നമ്മൾ വലിയൊരു വാസ്റ്റ് സിലബസ് നമ്മുടെ മുന്നിൽ തന്നിട്ട് ആ സിലബസിൽ നിന്ന് നമ്മൾ എലിമിനേറ്റ് ചെയ്യാൻ വേണ്ടിയുള്ള ശ്രമമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ ശ്രമത്തിൽ ആരാണ് വിജയിക്കുക എന്ന് ചോദിച്ചാൽ, ഈ എക്സാമിനെ, അതിൻ്റെ മോഡിനെ അല്ലെങ്കിൽ അതിൻ്റെ രീതിയെ കൃത്യമായിട്ട് അനലൈസ് ചെയ്യാൻ കഴിയുന്ന ആളുകൾ മാത്രമേ വിജയിക്കുള്ളൂ. സൈറയും ഇവിടെ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ബേസ് ചെയ്തിട്ടുള്ള ഒരു ജേണിയാണ് സൈറയുടെ UGC നെറ്റ് ഓർ JRF കോച്ചിങ് എന്ന് പറയുന്നത്. ഡെയിലി ബേസിസിലുള്ള പോൾ ക്വസ്റ്റ്യൻസ് നമ്മൾ നൽകുന്നുണ്ട്. നെറ്റോക്സ് കമ്മ്യൂണിറ്റി എന്ന് പറയുന്ന പേരിൽ ഫ്രീ ആയിട്ട് കുട്ടികൾക്ക് ഓരോ ദിവസവും 5 ക്വസ്റ്റ്യനും അതിൻ്റെ എക്സ്പ്ലനേഷനും കൊടുക്കുന്ന ഒരു സിസ്റ്റം ഒരുപാട് കാലങ്ങളായിട്ട് സൈറ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ആയിരക്കണക്കിന് ആസ്പിറൻസിന് അതിൻ്റെ ഭാഗമായിട്ട് പഠിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യുന്നുണ്ട് ഫ്രീ ആയിട്ട്. അപ്പോൾ ഞാൻ ഈ കാര്യങ്ങളൊക്കെ ഇപ്പോൾ പറയുന്നതിൻ്റെ പിന്നിലൊരു പ്രധാനപ്പെട്ട റീസൺ എന്താണെന്ന് ചോദിച്ചാൽ, ഡിസംബർ എക്സാമിന് വേണ്ടി ഒരുങ്ങുന്ന അല്ലെങ്കിൽ UGC നെറ്റ് ഓർ JRF എന്ന് പറയുന്ന ഒരു ലക്ഷ്യം നേടാൻ ആഗ്രഹിക്കുന്ന ഓരോരുത്തർക്കുമുള്ള അഫോർഡബിൾ ഫീസിൽ കൊടുക്കുന്ന ഏറ്റവും മികച്ച ഒരു സർവീസ് സിസ്റ്റമാണ് സൈറ ലേണിങ്സിൻ്റെ UGC നെറ്റ് JRF കോച്ചിങ് എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഈ കോച്ചിങ്ങിനെ കുറിച്ച് നമ്മൾ എന്താണ് പ്രൊവൈഡ് ചെയ്യുന്നത് എന്ന് കൃത്യമായിട്ട് നിങ്ങൾ അറിയണം, നിങ്ങൾ എഡ്യൂക്കേറ്റ് ചെയ്യണം എന്നത് ഇമ്പോർട്ടൻ്റ് ആണ് എന്ന് മനസ്സിലാക്കിയതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഒരു വീഡിയോയുമായിട്ട് നിങ്ങളുടെ മുന്നിൽ വരുന്നത്. ആദ്യമായിട്ട് സൈറയുടെ സിസ്റ്റത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത്, നെറ്റ് ഓർ JRF ഹോൾഡേഴ്സ് അല്ലാത്ത ഒരാൾ പോലും സൈറയുടെ സിസ്റ്റത്തിൻ്റെ ഒരു മേഖലകളിലും കടന്നു വരുന്നില്ല എന്നുള്ളതാണ്. നമ്മുടെ ഓരോ ആസ്പിറൻറ്റിനും അവർക്ക് റെക്കോർഡഡ് ക്ലാസ്സുകളാവട്ടെ, അവർക്ക് ലൈവ് സെഷൻസ് ആവട്ടെ, അവർക്ക് മെൻറ്ററിങ് ആവട്ടെ, എല്ലാം ഹാൻഡിൽ ചെയ്യുന്നത്
നെറ്റ് ഓർ JRF ക്വാളിഫൈ ചെയ്തിട്ടുള്ള ആളുകളാണ്. ഒട്ടുമിക്ക സബ്ജക്റ്റുകളെ സംബന്ധിച്ചിടത്തോളം JRF ഹോൾഡേഴ്സ് തന്നെയാണ് അവരുടെ ബാച്ച് ലീഡ് ചെയ്യുന്നത് എന്നുള്ളതാണ്. അങ്ങനെ ഉണ്ടാകുമ്പോൾ ഒരു ബെനിഫിറ്റ് എന്താണെന്ന് ചോദിച്ചാൽ, ഓൾറെഡി റിയൽ ടൈമായിട്ട് JRF ക്വാളിഫൈ ചെയ്ത ഒരാൾക്ക് എന്താണ് നിങ്ങൾക്ക് തരേണ്ടത്, നിങ്ങൾ എന്ത് ചെയ്താലാണ് JRF ക്വാളിഫൈ ചെയ്യുക എന്നുള്ളത് അവർക്ക് മനസ്സിലാവും. അങ്ങനെ മനസ്സിലാക്കാനുള്ളൊരു മെക്കാനിസം ബേസ് ചെയ്തുകൊണ്ടാണ് ടീച്ചേഴ്സിന് വേണ്ടിയുള്ള സൈറയുടെ സിസ്റ്റം വർക്ക് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ JRF ഹോൾഡേഴ്സായ അല്ലെങ്കിൽ നെറ്റ് ഹോൾഡേഴ്സായ മെൻറ്റേഴ്സിൻ്റെ അതല്ലെങ്കിൽ ടീച്ചേഴ്സിൻ്റെ ഫാക്കൽറ്റീസിൻ്റെ സപ്പോർട്ടോടു കൂടിയാണ് പൂർണ്ണമായിട്ടും സൈറയുടെ സിസ്റ്റം വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, നമ്മുടെ റെക്കോർഡഡ് സെഷൻസ് എന്ന് പറയുന്നത് എപ്പോഴും ഏറ്റവും ക്വാളിറ്റിയുള്ള, നിങ്ങൾക്ക് സിലബസിൽ കോമ്പറ്റേറ്റീവ് ആയിട്ടുള്ളൊരു സ്ട്രാറ്റജിയിലൂടെ സിലബസിൻ്റെ ഏത് ഭാഗമാണ് ഇമ്പോർട്ടൻസ് അതിന് കൃത്യമായിട്ട് മനസ്സിലാക്കി പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഒക്കെ അനാലിസിസ് നടത്തിയിട്ട് തയ്യാറാക്കിയ ഒരു കസ്റ്റമൈസ്ഡ് സിലബസ് ബേസ് ചെയ്തിട്ടുള്ള റെക്കോർഡ് സെഷൻസാണ്. ലൈവ് സെഷൻസ് ആണെങ്കിലും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ബേസ് ചെയ്തിട്ടുള്ള ഒരു ജേണിയാണ് സൈറയുടെ ഹോൾ സിസ്റ്റം എന്ന് പറയുന്നത്. അപ്പോൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ബേസ് ചെയ്തിട്ട് കസ്റ്റമൈസ് ചെയ്തിട്ടുള്ള ലൈവ് സെഷൻസാണ്. നിങ്ങൾ റെക്കോർഡിൽ ഓരോ സെഷനുകളും നിങ്ങൾ കണ്ടുകൊണ്ട് ലൈവിലേക്ക് വരുന്ന സമയത്ത് അവിടെ അതിൻ്റെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് നമ്മൾ ഡിസ്കസ് ചെയ്യാണ്. നമ്മുടെ മെൻറ്റേഴ്സ് കൃത്യമായിട്ട് നിങ്ങളുടെ ഡൗട്ട്സുകൾ ക്ലിയർ ചെയ്ത് പോവാണ്. പിന്നെ നിങ്ങൾ ഓരോ ദിവസവും ഒരു ആസ്പിറൻറ്റിനെ സംബന്ധിച്ചിടത്തോളം അവർ മോർണിംഗിൽ എഴുന്നേൽക്കുമ്പോൾ തന്നെ 5 പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ജനറൽ പേപ്പറിലാവട്ടെ സബ്ജക്റ്റ് പേപ്പറിലാവട്ടെ അവരെ മുന്നിൽ വരികയാണ്. അവർക്കത് പോളായിട്ട് അറ്റൻഡ് ചെയ്യാം. ഈവനിങ്ങോടുകൂടി അതിൻ്റെ എക്സ്പ്ലനേഷൻ കൃത്യമായിട്ട് ടീച്ചേഴ്സിൻ്റെ അടുത്ത് നിന്ന് കിട്ടുകയാണ്. അതുപോലെ തന്നെ ഏതെങ്കിലും പഠന സമയത്ത് എന്തെങ്കിലും ഡൗട്ട്സ് നമ്മുടെ ആസ്പിറൻസിനുണ്ടെങ്കിൽ ഡയറക്റ്റ്ലി നമ്മുടെ മെൻറ്റേഴ്സിനെ കണക്ട് ചെയ്ത് അല്ലെങ്കിൽ ആക്ടിവിറ്റി വാട്സപ്പ് ഗ്രൂപ്പുകളിലൂടെ ഡൗട്ട് ക്ലിയർ ചെയ്ത് പരസ്പരം കമ്പൈനായിട്ട് ഒപ്പമുള്ള ബാച്ച് മേറ്റ്സ് ആയ 100 കണക്കിന് ആളുകൾ ഓരോ ബാച്ചിലുണ്ട്. അവരെല്ലാവരും പരസ്പരം ഡൗട്ട്സ് ക്ലിയർ ചെയ്തുകൊണ്ട് വളരെ സിസ്റ്റമാറ്റിക് ആയിട്ട് പഠിച്ചു എന്നുള്ളതാണ്. അതിനൊക്കെ പുറമേ ഉള്ളത് നമ്മുടെ ആപ്പിൽ ഓൾറെഡി 1000ഓളം വരുന്ന മോക്ക് ക്വസ്റ്റ്യൻസും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസും ഒക്കെ ഉണ്ട് വിത്ത് ആൻസർ എക്സ്പ്ലനേഷൻ. നെറ്റ് ഓർ JRF ഹോൾഡേഴ്സ് ആയ ആളുകൾ തന്നെ ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. പിന്നെ PDF നോട്ട്സ്, PDF രൂപത്തിൽ നിങ്ങൾക്ക് സൈറയുടെ ഓൺ കണ്ടൻറ്റ് നോട്ട് നമ്മൾ ഡെലിവർ ചെയ്യാണ്. അത് നിങ്ങൾക്ക് ഫ്യൂച്ചർ റെഫറൻസിന് വേണ്ടിയിട്ട് കൃത്യമായിട്ട് എടുത്തു വെക്കാവുന്നതാണ്. ഏത് എക്സാമിന് നിങ്ങൾ പോകുമ്പോഴും നിങ്ങൾക്ക് ഉപകരിക്കുന്ന വളരെ ക്വാളിറ്റി കണ്ടൻറ്റാണെന്ന് നമ്മൾ ഉറപ്പ് വരുത്തിയിട്ട് ഡെവലപ്പ് ചെയ്തിട്ടുള്ള കണ്ടൻറ്റ് കൂടിയാണ്. ഇങ്ങനെ ഒരു സ്ട്രക്ചേർഡായ JRF ആസ്പിറൻറ്റിനെ കൃത്യമായിട്ട് സഹായിക്കുന്ന ഒരു സിസ്റ്റം, അതും അഫോർഡബിളായ ഒരു പ്രൈസിൽ പ്രൊവൈഡ് ചെയ്യുക എന്ന് പറഞ്ഞാൽ വളരെ പ്രയാസകരമായ ഒരു ബാധ്യത അല്ലെങ്കിൽ വളരെ പ്രയാസകരമായിട്ടുള്ളൊരു ദൗത്യമാണ് സൈറ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതിൽ ഓരോ ടീച്ചേഴ്സിനും നിങ്ങളുടെ ഓരോ മെൻറ്റേഴ്സിനും വലിയ ചെലവ് കൃത്യമായിട്ടും വരുന്നുണ്ട്. പക്ഷേ ഇതൊക്കെ നിങ്ങളുടെ ഒരു സന്തോഷത്തിലേക്ക്, സൈറയുടെ ഒരു മോട്ടോ എന്ന് പറയുന്നത് ഡെലിവേഴ്സ് ദ ബെസ്റ്റ് എന്നുള്ളതാണ്. അതുകൊണ്ട് നിങ്ങൾ ഓരോരുത്തരും കൃത്യമായിട്ട് നിങ്ങളുടെ ലക്ഷ്യത്തിലേക്ക് എത്തുന്നു എന്ന് ഉറപ്പുവരുത്താനാണ് ഇത്രയും അഫോർഡബിൾ ആയൊരു ഫീസിൽ നമ്മളിങ്ങനെ ഒരു പ്രോഗ്രാം നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഓൾറെഡി സൈറയുടെ സ്റ്റുഡൻസ് ആയ എല്ലാവർക്കും അറിയാം നമ്മുടെ ഹാപ്പി ബ്രോ എന്ന് പറയുന്ന ഒരു സിസ്റ്റം ഉണ്ട്. ഹാപ്പി ബ്രോ എന്ന് പറയുന്ന ഒരു സിസ്റ്റം എന്താണെന്ന് ചോദിച്ചാൽ, എങ്ങനെയായാലും നിങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾക്ക് ഡിഫറൻ്റ് ആയ ഫാമിലി ബാക്ക്ഗ്രൗണ്ട് നിന്നാവട്ടെ അങ്ങനെ പലതരത്തിലുള്ള ചിലപ്പം ചലഞ്ചസുകൾ വരാം, ചിലപ്പോൾ ടൈം കിട്ടാത്ത പ്രശ്നങ്ങൾ വരാം. അപ്പോഴൊക്കെ സൈക്കോളജിക്കലി നിങ്ങളെ ട്രീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളൊരു പ്രോഗ്രാമാണ് ബേസിക്കലി എന്തെന്ന് പറയുന്നത് സൈറയുടെ ഹാപ്പി ബ്രോ സിസ്റ്റം എന്ന് പറയുന്നത്. നമ്മുടെ ഹാപ്പിനെസ് ഓഫീസേഴ്സ് നിങ്ങളെ കണക്ട് ചെയ്യുകയും നിങ്ങളുടെ പ്രോബ്ലംസ് കൃത്യമായി ഐഡൻറ്റിഫൈ ചെയ്യുകയും മെൻറ്റേഴ്സിനോട് പറയേണ്ട കാര്യങ്ങളുണ്ടെങ്കിൽ അത് മെൻറ്റേഴ്സിനോട് കൃത്യമായിട്ട് പറഞ്ഞിട്ട് നിങ്ങളെ കോൾ ചെയ്ത് കൃത്യമായിട്ട് സൈക്കോളജിക്കലി നിങ്ങളെ മോട്ടിവേറ്റ് ചെയ്യുന്ന ഒരു സിസ്റ്റം കൂടിയാണ്. അപ്പോൾ JRF ഫോർ നെറ്റ് ഹോൾഡേഴ്സിൻ്റെ ഒരു ജേണി എന്ന് പറയുന്നത് അല്ലെങ്കിൽ അവരുടെ ഒരു റോഡ് മാപ്പ് എന്ന് പറയുന്നത് ചെറിയ ഒരു റോഡ് മാപ്പ് അല്ല, അല്ലെങ്കിൽ ചെറിയൊരു ജേണി അല്ല, വളരെ സിമ്പിളായിട്ട് നമുക്ക് നേടാൻ കഴിയുന്നതുമല്ല എന്ന് മനസ്സിലാക്കിയിട്ട് തന്നെയാണ് ഏറ്റവും ക്വാളിറ്റിയുള്ള ഏറ്റവും മികച്ച രീതിയിലുള്ള മെൻറ്റേഴ്സിനെ ഡിഫറൻ്റായ ഇൻ്റർവ്യൂ സൈക്കിളിലൂടെ സെലക്ട് ചെയ്ത് അവർ തന്നെ നിങ്ങളുടെ പ്രോഗ്രാം ഹാൻഡിൽ ചെയ്യുന്നത്. അപ്പോൾ എന്തുകൊണ്ടും നിങ്ങളൊരു നെറ്റോ JRF ഒക്കെ ആഗ്രഹിക്കുന്നയാളാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ സൈറയുടെ പ്രീമിയം പ്രോഗ്രാമിനെ കുറിച്ച് അറിഞ്ഞിരിക്കണം. അതിൻ്റെ പേരാണ് JRF ക്രാക്കർ ബാച്ച് എന്ന് പറയുന്നത്. ഇപ്പോൾ അതിൻ്റെ ഓഫർ ഈ വരുന്ന ജൂലൈ 21 വരെ അവൈലബിൾ ആണ്. അതായത് നമ്മൾ പലപ്പോഴും നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടാവും 3999 രൂപയ്ക്ക് നല്ല റിസൾട്ടുള്ള ഒരു പ്രോഗ്രാം, ഓൾറെഡി റിസൾട്ട് പ്രൊഡ്യൂസ് ചെയ്തിട്ടുള്ള ഒരു പ്രോഗ്രാമിലേക്ക് ലൈഫ് ടൈം വാലിഡിറ്റിയോട് കൂടി നിങ്ങൾക്ക് വരാം എന്നുള്ളതാണ്. ജനറൽ പേപ്പറും നിങ്ങളുടെ സബ്ജക്റ്റ് പേപ്പറും അടക്കം ഈ ഫീസാണ് വരുന്നത്. ഇനി നിങ്ങൾക്ക് അതും അഫോർഡബിൾ അല്ല എങ്കിൽ നിങ്ങൾക്ക് ഡിഫറൻ്റായ പേയ്മെൻറ്റ് ഓപ്ഷൻസും അതിലുണ്ട്. അതൊന്നും അഫോർഡബിൾ അല്ല എങ്കിൽ നിങ്ങൾക്ക് സൈറയുടെ നെറ്റോക്സ് എന്ന് പറയുന്ന ഫ്രീ കമ്മ്യൂണിറ്റിയിലൂടെയും ലേണിംഗ് കൃത്യമായിട്ട് JRFന് വേണ്ടിയുള്ള നിങ്ങളുടെ യാത്ര, കസ്റ്റമൈസ് ആയിട്ടുള്ളൊരു യാത്ര നിങ്ങൾക്ക് നടത്താവുന്നതാണ്. അതുകൊണ്ട് തന്നെ ഇനിയിപ്പോൾ PhDക്കും നെറ്റ് കമ്പൽസറി ആകാൻ പോകുന്ന ഈ ഒരു സിറ്റുവേഷനിൽ തീർച്ചയായിട്ടും ഓരോ
PG കഴിഞ്ഞിട്ടുള്ള ഓരോ ആസ്പിറൻറ്റും നിർബന്ധമായിട്ടും എഴുതേണ്ട, എന്തായാലും നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ക്വാളിഫൈ ചെയ്യാൻ ശ്രമിക്കേണ്ടതാണ് നെറ്റ്, JRF അല്ലെങ്കിൽ PhDക്ക് വേണ്ടിയുള്ള അഡ്മിഷൻ എന്ന് പറയുന്നത്. അതിനുവേണ്ടി നിങ്ങൾക്കുള്ള റൈറ്റ് ചോയ്സ് എന്ന് പറയുന്നത് സൈറയായിരിക്കും. നിങ്ങളുടെ അഫോർഡബിൾ ആൻഡ് ക്വാളിറ്റി സർവീസ് പ്രൊവൈഡ് ചെയ്യുന്ന ഒരു സിസ്റ്റമാണ്. ഇങ്ങനെ 2000-ഓളം ആളുകളിലേക്ക് എത്താൻ കഴിഞ്ഞതിലുള്ള സന്തോഷം നിങ്ങളുമായി ഷെയർ ചെയ്തുകൊണ്ട്, ഇതുമായി ബന്ധപ്പെട്ട് സൈറയുടെ സിസ്റ്റത്തിൽ ജോയിൻ ചെയ്യാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഞങ്ങളുടെ ഫ്രീ സർവീസിനെ കുറിച്ച് നിങ്ങൾക്ക് അറിയണമെങ്കിൽ താഴെ ഇതിൽ കൃത്യമായിട്ട് നമ്മുടെ വാട്സപ്പ് നമ്പർ ഉണ്ട്, നിങ്ങൾക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. തീർച്ചയായിട്ടും ഏറ്റവും മികച്ച ഒരു JRF ജേണിയിലേക്ക് ഐ എം വെൽക്കമിങ് ആൾ ഓഫ് യു.